സംശയാലുവായ ഒരു ഭർത്താവ്. മനഃശാസ്ത്രജ്ഞന് കത്തെഴുതുന്ന ഈ ചെറുപ്പക്കാരിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. അതായത് അയാളുടെ ജീവിതത്തിൽ അയാൾക്കൊരു ആത്മവിശ്വാസവുമില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അയാൾ മനഃശാസ്ത്രജ്ഞന് പങ്ക്തിയിലേക്ക് കത്തെഴുതുകയാണ് ചെയ്യുന്നത്. ഇയാളൊരു പ്രിൻറ്റിംഗ് പ്രസ് നടത്തുകയാണ്. തളത്തിൽ ദിനേശൻ എന്നാണ് പേര്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഇയാളൊരു പ്രത്യേക രീതിയിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടതെന്നോ ഭാര്യയുടെ ബഹുമാനം നേടേണ്ടതെന്നോ ഇയാൾക്ക് യാതൊരു അറിവുമില്ല. അതിന് ഇയാൾ പലയിടത്തു നിന്നും വിവരങ്ങൾ നേടുകയാണ്. ഈ എപ്പോഴും കൂടെ സഹകരിക്കുന്ന ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാര്യയുടെ വിശ്വാസങ്ങളെ പുള്ളി തിരുത്തുന്നുണ്ട്. അതായത് സിനിമാ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സില്ലാത്ത പണിയാണ്, പ്രിൻറ്റിംഗ് പ്രസ് നടത്തുന്നതാണ് അന്തസ്സുള്ള പണി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഭാര്യ എപ്പോഴോ പറഞ്ഞു, മദ്യപിക്കുന്നതൊന്നും വലിയൊരു പ്രശ്നമൊന്നും അല്ലല്ലോ, എൻ്റെ അമ്മാവനൊക്കെ മദ്യപിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഇയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചിന്ത വന്നു, ഓഹോ മദ്യപിച്ചാൽ ഭാര്യയുടെ ബഹുമാനം നേടാം. ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ പോകുന്നിടത്താണ് വലിയൊരു പ്രശ്നം. അതായത് മാമുക്കോയുടെ ഫോട്ടോഗ്രാഫർ കഥാപാത്രം പറയുന്നുണ്ട് സ്മൈൽ. ഇയാൾ കറുത്തതാണ്. ഇയാളുടെ കോംപ്ലക്സ് ഇങ്ങനെയാണ് ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ, തളത്തിൽ ദിനേശൻ്റെ. ഞാൻ കറുത്തതാണ്, എനിക്ക് പൊക്കക്കുറവാണ്, എന്നേക്കാൾ വെളുത്ത് ഭംഗിയുള്ള ആളാണ് പാർവതിയുടെ കഥാപാത്രം, എന്നേക്കാൾ പൊക്കമുണ്ട്. അപ്പോൾ ഫോട്ടോയിലിരിക്കുന്ന സമയത്ത് എനിക്ക് പൊക്കം കുറവാണെങ്കിൽ അതൊരു കോംപ്ലക്സ് അല്ലേ. അതുകൊണ്ട് കൃത്യസമയത്ത് അന്ന് എത്തി നോക്കി പൊക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് നിൽക്കുന്നത്. ചിരിക്കാൻ പറയുമ്പോൾ സ്മൈൽ സ്മൈൽ എന്ന് മാമുക്കോയുടെ കഥാപാത്രം പറയുന്ന സമയത്ത് എന്ന് ഉറക്കെ ചിരിക്കുകയും ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ എന്ന് മാമുക്കോയ പറയുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും കൃത്യസമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്ന് തല പൊന്തിച്ച് ഒപ്പത്ത് എത്താൻ നോക്കുന്ന സമയത്ത് ആ ഫോട്ടോ വരുമ്പോൾ ഒരുമാതിരി ചരിഞ്ഞ് എങ്കോണിച്ചാണ് ഇരിക്കുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ട് പിന്നീട് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ടെന്ന്. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറെ ഡയലോഗുകളുണ്ട്, എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. അതായത് ഭാര്യയുടെ ജാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി വീടിന് തൊട്ടടുത്തുള്ള ലോഡ്ജിൽ മുറി എടുത്തിട്ട് അങ്ങോട്ട് വ്യൂ കിട്ടുന്ന ഒരു മുറി വേണം. അപ്പം ആ മുറിയിൽ അവിടെ എന്തിനാണ് അവിടെ തന്നെ വേണ്ടതെന്ന് ലോഡ്ജുകാരൻ ചോദിക്കുന്ന സമയത്തല്ല, അവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. ഞാൻ പറയാം, എന്നാൽ അപ്പുറത്തെ സ്ഥലം തരാം, അവിടെ കുറച്ച് നല്ല കാറ്റുണ്ടെന്നല്ല, എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല എന്ന് പറയുന്നു. അതുപോലെ ജാരനാണ് എന്ന് കരുതി വീട്ടിലേക്ക് ആരോ കയറി വരുന്നു രാത്രിയിൽ. ആ സമയത്ത് അത് ജാരനാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അപ്പം ജാരനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒലക്ക കിട്ടുമോ? ഈ ചോദ്യം ട്രോളാണ്. ഏറ്റവും വലിയ ട്രോൾ ഇതൊന്നുമല്ല. എല്ലാം കഴിഞ്ഞിട്ട് ഈ ജാരനാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഭാര്യയുടെ അച്ഛൻ്റെ തലക്കടിച്ച് അടിച്ചിട്ട് അപ്പം തന്നെ ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോൾ എത്തി, അമ്മയ്ക്ക് സുഖമാണോ, തലയ്ക്ക് അടിയും കൊടുത്തിട്ട്. ഇതാണ് വടക്ക് നോക്കി യന്ത്രം. ഇയാളൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോവുകയും എല്ലാം കഴിഞ്ഞ് ഇയാൾ നന്നായി എന്ന് വിചാരിക്കുന്ന ഇടത്ത് ഇയാൾക്ക് വീണ്ടും യാതൊരു മനസ്സമാധാനവുമില്ല. രാത്രി കിടക്കുന്ന സമയത്ത് വീടിൻ്റെ പുറത്തൊരു ഒച്ച കേൾക്കുമ്പോൾ ഇയാൾ ടോർച്ച് എടുത്ത് വീണ്ടും പുറത്തേക്ക് നോക്കുകയാണ്. വീണ്ടും സംശയം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വടക്ക് നോക്കി യന്ത്രം എന്ന പേര്, അത് ആ പൊസിഷനിലേ ഇരിക്കൂ എന്ന പേര് അതിന് അന്വർത്ഥമാകുന്നതും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.